ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഇഡലി അല്ലെങ്കിൽ സ്പെഷ്യൽ ദോശയാണ്, അതായത് റാഗി ചേർത്തുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം കാരണം ഈ റാഗി ആകുമ്പം പെട്ടെന്ന് അതങ്ങ് പുളിച്ചതങ്ങ് ലൂസാവും, അതുകൊണ്ടാണ് ഞാൻ അരി ചേർത്തത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാം. ഇന്നലെ ഞാനൊന്ന് ഇട്ട വീഡിയോയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ കാണിക്കാം. അപ്പം ഇഡലി ഉണ്ടാക്കാനായിട്ട് എനിക്കും ഒരു ഡൗട്ടുണ്ട്. അതുമല്ല, റാഗി മാത്രം പച്ചരി ചേർക്കാതെ റാഗി മാത്രം നമ്മൾ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ വരുമെന്നും പറഞ്ഞാൽ ഞാൻ പച്ചരി ചേർത്ത. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഈ റാഗി റാഗി എന്ന് പറഞ്ഞാൽ പഞ്ഞിപ്പുല്ലാവുമ്പം ഇത്തിരി അത് പെട്ടെന്ന് പുളിക്കുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മാവ് ഒന്ന് ഇത്തിരി ലൂസാവും. അപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്തിരി കളർ വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ. ഇവിടുത്തെ അറിയാമല്ലോ, പിള്ളേർ കളറൊക്കെ കണ്ടിട്ടാണ് അവർക്ക് ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രൈസമ്മോന് ഇത് അത്ര താല്പര്യമായില്ല. പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് 2 എണ്ണം മതിയെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ പറഞ്ഞ് ഒന്നുകൂടെ താന്നു. അപ്പോൾ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡലി. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മറ്റേതിനേക്കായി ഇത്തിരിയും കൂടെ അങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് പോലായി. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്തത്, ഞാൻ താണ്ടെ 1 ഗ്ലാസ് നിറച്ച് പച്ചരി എടുത്തില്ല, 3/4 കപ്പ് പച്ചരിയും ഒരു 1/2 ഗ്ലാസ് ഉഴുന്നില്ല, ഇച്ചിരി 1/4 ഇച്ചിരിയും കൂടെ. പിന്നെ ഞാൻ 1 കപ്പ് നമ്മുടെ പഞ്ഞിപ്പുല്ലെടുത്തിട്ട് സെപ്പറേറ്റാണ് ഞാനതൊന്ന് കഴുകി എടുക്കുന്നത്. കാരണം അതിൽ മണ്ണോ വല്ലതും ഉണ്ടോ എന്നറിയാനായിട്ടേ. പക്ഷെ കഴുകിയിട്ടൊന്നും മണ്ണൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ പച്ചരി ഉഴുന്നിൻ്റെ അകത്തും 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവായൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗി ഇപ്പം ഞാൻ 3-4 പ്രാവശ്യം കഴുകി അരിച്ചെടുത്ത് വെച്ചതാണ്. പക്ഷേ അതിൽ മണ്ണൊന്നുമില്ല. ഇപ്പം അതെല്ലാം ഞാനവിടെ അത്രയും മെഷർമെൻറ്റാണ് ഞാൻ എടുത്ത് അരച്ച് വെച്ചത്. പിന്നെ അരയ്ക്കാൻ നേരം ഞാൻ 1 കപ്പ് നമ്മുടെ വെള്ള അവലൂടെ ഞാൻ അരി അരയ്ക്കാൻ നേരം അതൊന്ന് കുതിർത്ത് വെച്ചു. എന്നിട്ട് അതുകൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതിപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ ചമ്മന്തി. അതിൻ്റെ അകത്ത് ഞാൻ തേങ്ങ, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലിയുടെ കൂടെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പിള്ളേർ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കണ്ടുണ്ണേ ഇത് എനിക്ക് ഈ കളറൊക്കെ ഉള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിലെ ഈ അരി കുത്തിയിട്ടൊക്കെ അങ്ങനെയുള്ള അരി കിട്ടുമല്ലേ, ആ കളർ അപ്പമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഈ കളർ പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇതുങ്ങൾക്ക് വെളുത്തിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കൊച്ചവൻ തൊട്ടതേ ഇല്ല. മറ്റേ മൂത്തമ്മ കഴിച്ചു, ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മറ്റേതിൻ്റെ ഇത് ഇത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോയി. മറ്റേ ഇഡലിക്കാണെങ്കിൽ ഇത്തിരി നന്നായി പൊങ്ങി വരത്തില്ലേ, പക്ഷേ ഇത് ഒത്തിരി സോഫ്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പച്ചരിയും കൂടെ ചേർത്തത്. ഇത് നമ്മൾ റാഗി മാത്രം ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകുമെന്ന് നിങ്ങൾ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേരേ, നിങ്ങൾ ചെയ്യുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇവന് കൊടുത്തു വിടാനായിട്ട്, ടിഫിന് കൊടുത്തു വിടാനായിട്ട് ഇച്ചിരി ഷീര ഉണ്ടാക്കുക, അതായത് നമ്മുടെ റവ കേസരി. കൊച്ചിന് വേണ്ടി മാത്രം ഞാൻ 1/2 കപ്പ്. അപ്പോൾ അവൻ പറഞ്ഞു അവന് കളറ് വേണമെന്ന്. അപ്പം ഞാൻ ആദ്യം റവ വറുത്തപ്പോഴും ഇച്ചിരി നെയ്യിൻ്റെ അകത്ത് വറുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി മഞ്ഞളിട്ടെന്ന് റവ വറുത്തതിന് ശേഷം മാറ്റി വെച്ചിരുന്നു. പിന്നെ 1/2 കപ്പിന് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യും ചേർക്കും, സ്വല്പം ഓയിലും ചേർക്കും, ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനിയും ഇവിടെ കിടന്നൊന്ന് അതൊന്ന് വെന്തെല്ലാം കറക്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇച്ചിരി നെയ്യ് ഞാൻ ഇപ്പോഴും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ മാത്രം ആയതുകൊണ്ട് ഇച്ചിരി മധുരമൊക്കെ ഞാൻ ഇച്ചിരി, കാരണം ഞാൻ അല്ലാത്തപ്പോൾ ഇച്ചിരി മധുരം കുറയ്ക്കുവാണെങ്കിൽ അവൻ അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മധുരം ഇച്ചിരി ഇട്ട് കൊടുത്ത ഉടനെ നന്നായി, നല്ലതായിരുന്നു. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഏലക്കാപ്പൊടി അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കും. എസൻസ് നല്ലതല്ല, ഏലക്കാപ്പൊടിയോ ചേർക്കുന്ന ഇഷ്ടം. പക്ഷേ ഇവൻ ആ പൈനാപ്പിളിൻ്റെ മണം കുറേയും കൂടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട്, ഇവനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഞാൻ പറഞ്ഞിട്ട് കഴിച്ചില്ലെന്ന്, ഇതിൽ നിന്ന് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ലൂസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലത്. അല്ലാതെ ഒത്തിരി കട്ടിയായിട്ടിരിക്കുമ്പം
അത്ര അങ്ങോട്ട് അവന് താല്പര്യം വരത്തില്ല. ഇങ്ങനെ ഈ ലൂസിൽ വെട്ടി ഇങ്ങനെ വീഴണം. അപ്പം കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീൻകറി ഇന്ന് 3-ാം ദിവസം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇല്ല, രാവിലെ വൈകിട്ടും തിളപ്പിച്ച് വെക്കും. 3 ദിവസമായി. അപ്പം ഇത്രയും കൂടെ ഉണ്ട്. അപ്പം ഇവൻ കഴിച്ചില്ലെന്ന് പറഞ്ഞില്ലേ, ഇവനിപ്പം ഞാൻ ഇച്ചിരി ഇത് കൊടുത്ത് നമ്മുടെ ക്ഷീര, അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കുക. അതാ ഇപ്പോൾ ഞാൻ പറഞ്ഞടാ, പ്രോട്ടീനാടാ, അയണാടാ, കാൽഷ്യം ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കേൾക്കാനാ. അവർ കളറ് കണ്ടപ്പോഴത്തേന് അവർക്ക് മതിയായി. അപ്പോൾ പോളുമോൻ ഷീറ്റൊക്കെ മാറ്റുക. ഒന്ന് ഷീറ്റൊക്കെ മാറ്റണമായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ കൊച്ചിനെ അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്രയും കാര്യമായി. എന്തിനാണ് നീ അവനെ ചോണ്ടിട്ട് വന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ കൊച്ചു ചെറുക്കനുണ്ടല്ലേ, അവൻ അവിടെ നിന്ന് ഇത് വിളിച്ചാൽ അവൻ ഇങ്ങോട്ട് വരാൻ നേരം അവൻ്റെ കൈമുട്ട് കൊണ്ട് അവനെ ഒന്ന് ഞോണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഡാഡിയുടെ ഷർട്ട് മാറാൻ പോവുക, ബനിയൻ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചിടവൻ പറയുന്നു, അച്ചാച്ചൻ എന്നെ ആദ്യം ഞോണ്ടിയായിരുന്നെന്ന്. 2 പേരും ഇതാ കൊച്ചു പിള്ളേരുടെ കൂട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞോണ്ടും. അതവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ബഹളം വയ്ക്കണം. പിന്നെ ഇവൻ കിടന്ന് അലറും, അയ്യോ എന്നെ പിച്ചേ, എന്നെ അടിച്ചേ എന്നും പറഞ്ഞു. ഇവനും വിട്ടു കൊടുക്കത്തില്ല, ഇവനും വില്ലാളി വീരനാ. ഇനിയിപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് 2 പേരോട് അങ്ങോട്ടും ഞോണ്ടലായി, ഇച്ചിരി സീരിയസ് ആയി. അതിൻ്റെ ഇടയ്ക്ക് ഡാഡി കയറി വാവച്ചു. എന്താ ഫിസൽ ഗയാ? ഷൂട് പ്രൈസൽ. ഇവരെല്ലാം പോയി കഴിഞ്ഞ് വന്ന് പിന്നെ നമുക്കിവിടെ ഒരു അടുക്കി ഒതുക്കാം. പോളിൻ്റെ തോർത്ത് അതെല്ലാം ചിലപ്പോൾ ഇട്ട ഡ്രസ്സും അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. ബൈ ചാൻസിലും കാണാൻ ഞാൻ പറയുവാണെങ്കിൽ അങ്ങ് അവിടെ ഇടും. അല്ലാതെ സ്വയമായിട്ട് ഇവരൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എല്ലാം പിന്നെ ഇവനോട് പറഞ്ഞു വന്നാണ് തറയിലിരുന്ന് ചെയ്യുക, ഷൂടുക. क्या किधर है? എടാ റുമാലെടുക്ക പോയി. പിന്നെ ഞാനൊരു മെഴുക്കുവരട്ടി വെക്കാനായിട്ട് കോവയ്ക്കയും ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയും കൂടെ അരിഞ്ഞ് അങ്ങ് അടപ്പത്ത് വെക്കും. ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ഇല്ലേ, ഹൽവ ഉണ്ടാക്കത്തില്ലേ, ആ ക്യാരറ്റ് അതെനിക്കിഷ്ടമല്ല. മറ്റേ ക്യാരറ്റ് ഇല്ല, ഇതാ ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതരിഞ്ഞിട്ട് നമ്മുടെ മേയറിൻ്റെ പാനൊക്കെ വെച്ച് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഒരു മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഇതങ്ങ് അടപ്പത്ത് വയ്ക്കും. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇടയ്ക്ക് തീ ഒന്ന് കൂട്ടും, കുറയ്ക്കും, അടച്ചു വെക്കും, വാട്ടും. അങ്ങനെയൊക്കെ അങ്ങ് റെഡിയാക്കി എടുക്കും. ആദ്യം കുറച്ച് നേരം ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുമേ, ഒന്ന് ആവി കൊണ്ട് ഇച്ചിരി ഒന്ന് വേകാനായിട്ട്. ഇന്നലെ ഉണങ്ങിയ തുണികളെല്ലാം എടുത്ത് ഇവിടെ ഇട്ടിട്ട് ഇനി ഇന്നിപ്പോൾ കഴുകിയ തുണികൾ വിരിക്കണം. गार्डन में सोने को? कौन सा गार्डन में? वो गार्डन बेंच किधर? ആരും സോത്തെ എപ്പോ കിടന്നു പോളെടുക്കാം. അവൻ എന്തു വന്ന് പറഞ്ഞ പ്രൈസനെ വിട്ടിട്ട് വന്നെയാ. ഇവിടെ താഴെ ഞങ്ങളുടെ ഗാർഡനിൽ ബെഞ്ച് ഇട്ടിട്ടുണ്ടല്ലേ, ആ ബെഞ്ചേ കിടക്കാൻ നല്ല സുഖമാണ്. ഞാൻ ചോദിച്ചു ആര് കിടന്ന്, എന്തായാലും നീ കിടന്നോ? ഇല്ല, അങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ്. പണ്ട് ഞാൻ നേരം അവനെ പറഞ്ഞു പോടെ തീർക്കാന്നൊക്കെ. അപ്പോൾ അവനെ ഞാൻ വഴക്ക് പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഈ തോട്ടം ഉണ്ടല്ലോ, റബ്ബറും തോട്ടം, അപ്പോൾ പഠിക്കാനാണെന്നും പറഞ്ഞ് ബുക്ക് എടുത്തുകൊണ്ട് റബ്ബറും തോട്ടത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. പക്ഷേ നാട്ടിലൊക്കെ എനിക്ക് പേടിയാണ്, പാമ്പ് കാണും. ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അവനന്നേരം പറയാം മമ്മി ഒരു ദിവസം പോയി കിടക്കട്ടെ. ഞാൻ പറഞ്ഞു കിടന്നിട്ട് വാ എന്നാ, കൊതുകടിയും കൊണ്ടിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗാർഡനിലൊക്കെ നല്ല കാറ്റുണ്ട്, ചെറിയ
ഗാർഡനിൽ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ അതിന് തർക്കിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടും കൂടെ. നീ എപ്പോൾ വരും? നീ മെനഞ്ഞാന്നാണോ ഇന്നലെ അന്ന് എന്നോട് പറഞ്ഞു നീ എവിടെയാണാന്ന് ഞാൻ ചോദിച്ചോണ്ടേ മേം ബാഗറെ ലേറ്റ് പോയോ? നീ എന്തിനാ കള്ളം പറഞ്ഞത്? എന്നിട്ട് ഞാൻ ഇച്ചിരി എളുപ്പം വരണോടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ മേ ഇതെ പോഷിക്കാന്ന് പറഞ്ഞു. നീ ലിപ്സ് ഇങ്ങനെ ആക്കാതെടാ, അങ്ങ് അകത്തോട്ടിട്ടറാ. चिकन लेग पीस दे दो मेरे को. चिकन नहीं है उसमें, लेग पीस नहीं है लगता है. कल का सूप मजा नहीं. छी, मटन था वो भी. मटन अभी अच्छा लगा मेरे को, ठीक था. मटन छी, वो सिर्फ चटनी के ऐसे अच्छा लगा, वरना वो कितना पैसा उड़ता है. अभी नेक्स्ट टाइम बारबेक्यू नेशन जाएगा हम लोग. उसके बाद के कप्सा भी अच्छा नहीं लगा. कौन सा कप्सा? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ക്രിസ്പി മാത്രം ഇഷ്ടപ്പെട്ടു. मेरे को तो कप्सा अच्छा लगा. उसका राइस बहुत अच्छा था. वो मसाला वो चिकन से निकाला फिर खाया, मजा. अनबॉक्सिंग എന്തോ അൺബോക്സിംഗ് ആടാ. വേണ്ടടാ. अरे उधर खोलने के लिए आपको दिया है बड़ा सा डंडी. അപ്പോൾ ഇവിടെയുള്ള ഈ പിള്ളേർക്കൊക്കെ ഈ ബിരിയാണി പോലുള്ളതൊക്കെ റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയില്ലേ അത് 3 പീസും ഒരു ഇച്ചിരി റൈസ് ഉള്ളായിരുന്നു. അപ്പം ഞാനത് ഇവർക്ക് 3 പേർക്ക്, ഇവനും പ്രൈസനും ഡാഡിക്കും കൂടെ കൊടുത്തു. അപ്പോൾ റൈസ് ഞാൻ പറയും രാവിലെ പ്രൈസന് ഇത് വേണമെന്നും പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് വാ തരാമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞ് അവന് പീസ് വെച്ചിരുന്നാൽ മതി, ഒരു ലെഗ് പീസ് എന്തോ അതിൽ അവന് ഇഷ്ടം, അവൻ്റെ ആഗ്രഹം പോലെ ഒരു ലെഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്, അതവന് വെച്ച്. അപ്പോൾ ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി സാധാ ബിരിയാണി റൈസ് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അപ്പം മസാലയൊക്കെ ഇത്തിരി ഉണ്ട്. അപ്പോൾ എന്തു വന്നാലും 2 പേർക്ക് കൂടെ ഇച്ചിരിയും ചോറുള്ളത് കൊടുത്തിട്ട് പിന്നെ ഒരു പീസ് ഡാഡിക്ക് ഞാൻ ചപ്പാത്തിയുടെ കൂടെ കൊടുത്ത്. ഇത്രയേ ഉള്ളായിരുന്നു. അതിന് അവിടെ 2 നിൽക്കുക. മറ്റവനും ഈ റൈസ് ഭയങ്കര ഇഷ്ടമല്ല, നീളമുള്ള റൈസ്. അവൻ വന്നുടനെ അത് മറക്കാതെ ചോദിച്ചെന്നുള്ള വന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പിട്ടേ. അപ്പോൾ ഇന്നൊരു അവിയൽ വെക്കാമെന്ന് വെച്ച്. എൻ്റെ അവിയൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇത്തിരി ലൂസിലുള്ള അവിയല, കഷ്ണങ്ങളൊക്കെ വെന്തുള്ള അവിയല. കാരണം ഇവിടെ മക്കൾ ഇച്ചിരി ചാറൊക്കെ കൂട്ടുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി. ഇപ്പോൾ അവരുടെ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയ്ക്ക ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കും. എന്നിട്ട് ആ മുരിങ്ങയ്ക്ക മുകളിൽ നിന്ന് ആദ്യം ഇങ്ങെടുത്ത് മാറ്റും. പ്രഷർ ഒരു വിസിൽ വന്നിട്ട് ഞാൻ മൊത്തം ആദ്യം പ്രഷർ വെക്കത്തില്ല, കുറച്ച് പ്രഷർ തുറന്നു വിടും. അല്ലെങ്കിൽ അതങ്ങ് ഒത്തിരി അങ്ങ് പായസം പോലെ അങ്ങാവും. അപ്പോൾ ആ മുരിങ്ങയ്ക്ക ഇങ്ങെടുത്ത് മാറ്റിയിട്ട് പിന്നെ അരപ്പിട്ട് ഇളക്കിയതിന് ശേഷമേ പിന്നെ ഞാൻ മുരിങ്ങയ്ക്ക ഇടും. ഓൾറെഡി ആ ഒരു വിസിൽ വരുമ്പോഴത്തേനും മുരിങ്ങയ്ക്ക മൊത്തത്തിൽ വെന്തിരിക്കും. കീറിയിട്ടില്ല മുരിങ്ങയ്ക്ക. കാരണം ഇത് ഈ പ്രൈസുമോനും ഭയങ്കര ഇഷ്ടമാണ്, ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ അവിയലൊക്കെ നിങ്ങൾ പെരണ്ടിരിക്കുന്ന ഇത്തിരി പീസൊക്കെ നന്നായിട്ട് കാണത്തക്ക വിധത്തിലുള്ള ഒരു അവിയലല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് ആരുടെയെങ്കിലും വീഡിയോ കാണുമ്പോൾ അവർ അവിയലോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൊതിയാണ്. അല്ലെങ്കിലും എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഡാഡിക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം. ഇതൊന്നും എൻ്റെ മാപ്പിള കൂട്ടത്തില്ല. അതിന് ഇച്ചിരി മോര്, കാബേജ് അങ്ങനെയുള്ള എന്തെങ്കിലും മതി. അവിയലാവട്ടെ സാമ്പാറിലെ കഷ്ണങ്ങളാവട്ടെ ഒന്നും, അതങ്ങനെ ഒരു സാധനം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജോമാസ് വേൾഡിൻ്റെ അകത്ത് പുള്ളിക്കാരി അവിയൽ മീൻ വറുത്തതെല്ലാം കൊണ്ടിരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കൊഴിയ. അതൊക്കെ വേറെ, അതില്ല പെരണ്ടിരിക്കുന്ന അവിയൽ. ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഇപ്പം പോൾമോനൊക്കെ ഇച്ചിരി അവിയലിൻ്റെ ചാറ് കൂട്ടുന്നത് കൊണ്ട് ഞാൻ ആ കഷ്ണം അങ്ങ് ഇച്ചിരി വേവ് അത്രയും വയറ്റി ചെന്നോട്ടെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവിയലെടുക്കുന്നത് കേട്ടോ. നീ എല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വെക്കട്ടെ, ഇച്ചിരി വെള്ളം തോരട്ടെ. അപ്പോൾ നേരത്തെ കഴിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ കഴിയ പാത്രങ്ങളെല്ലാം ഇനിയും ഇങ്ങോട്ടെടുത്ത് വെക്കണം. ഇന്നതിന് നേരത്തെ വന്ന് നമുക്കിവിടെ പോകാം. അപ്പം ഞാനിതൊക്കെ പിന്നെ കഴിയും.
അപ്പോൾ അനുവിന് പറഞ്ഞില്ലേ അവൾക്ക് എവിടെയോ പോണ്ടിയിട്ട് അവൾ നിന്ന് നേരത്തെ വന്നപ്പോൾ എല്ലാം ഞാൻ അവിടെ പകുതി ഇത് ഓഫാക്കിയൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് അകത്ത് പോയി. അപ്പം അരപ്പൊക്കെ ചേർത്ത് ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഞാൻ മുരിങ്ങയൊക്കെ എടുത്ത് അങ്ങ് മാറ്റി ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ മുരിങ്ങയൊക്കെ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇളക്കുന്നുണ്ട് ഞാൻ മുരിങ്ങയ്ക്ക് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പം അരപ്പെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അവിടെ ചെറിയ തീയിൽ കിടക്കട്ടെ. ഇന്നിപ്പം നല്ല അവിയലുള്ളതുകൊണ്ട് ഇടാത്തതും ചിലർ അവിയലുണ്ടാക്കുമ്പം അതിൻ്റേതായ കഷ്ണങ്ങളെ ഇടത്തുള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം ഞാനിട്ട്, കാരണം ഇപ്പം പിള്ളേരും ഒന്ന് കഴിക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ട് അങ്ങ് വേവിച്ചൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ അവിയൽ പെരണ്ടല്ലേ കഴിക്കുന്നത്, കഷ്ണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും മനസ്സിലാവത്തില്ല. അവന്മാർക്ക് സാധാരണ ചിലർ വെളുത്തുള്ളി അരയ്ക്കാറില്ല. ജയേച്ചി അജിതേച്ചിയൊന്നും വെളുത്തുള്ളി അരയ്ക്കാറില്ല. പക്ഷേ ഇവന്മാർക്ക് ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമാണ്. അപ്പം കപ്പ വേവിച്ചോ ചക്ക വേവിച്ചോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി വയറ്റി ചെന്നാലേ ഗ്യാസ് പ്രോബ്ലം വരത്തില്ല. അവിടെ കിടന്ന് വേവട്ടെ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നതെന്ന്. നിങ്ങളുടെ കൂട്ട് പെരട്ടിയൊന്നും അല്ല എടുക്കുന്നത്. ഇവിടെ ഇച്ചിരി കറിയായിട്ട് ഒഴിക്കാനാണ് അവർക്ക് വേണ്ടിയത്. അവിയൽ കറി. അവിയലും ചപ്പാത്തിയും കൂടെ ഒക്കെ നല്ലതാണ്. നിങ്ങളാരും അയ്യേന്നും പറയാതിരിക്കാമോ, യൂന്നും പറയാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാനിതിലെന്തോ ചേർത്തെന്ന്. ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ കിടന്ന് അതും ഇടയ്ക്ക് ചേർത്ത്. ഇപ്പം നിങ്ങൾ ഒരു അയ്യേ ഇത് ഇവിടുത്തെ അവിയൽ. ഇതാണ് ബോംബെയിലെ ബിജീസ് കിച്ചൻ്റെ അവിയൽ. ഓക്കെ, ആരും ഇത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ഞാനങ്ങ് ചെയ്തതാണ് കേട്ടോ. ഇപ്പതൊക്കെ അവിടെ കിടന്ന് തിളക്കി കേട്ടോ. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു തരാം. ഓക്കെ, നമ്മുടെ മെഴുക്ക് വരട്ടി നന്നായിരുന്നു. കാണോ, കാണിക്കാം. വേണ്ട, അപ്പം നമ്മുടെ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവിയലും കോവയ്ക്ക മെഴുക്കോട്ട് ഞാനൊരു പാത്രത്തിലോട്ടാക്കി. മീൻകറിയുണ്ട്, മോര് ഇരിപ്പുണ്ട് ഇച്ചിരി, അത് ഞാൻ എടുക്കുന്നത്. അത് എൻ്റെ പോൾമോൻ അതില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, അവന് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അവിയലിന് ഈ കളറല്ല കേട്ടോ, ഇച്ചിരി യെല്ലോ കളറാണ്. ഇതിപ്പോൾ ചൂടോടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി ഇനി ലൂസി. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണെങ്കിലും ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പം പ്രൈസമ്മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഊണെല്ലാം റെഡിയായി. എന്നിട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞുള്ളത് ഞാൻ കാണിക്കാന്നാണ്ട് ഇതുപോലെ നല്ല ഇത്തിരി ഒന്ന് കുറുകിയിട്ടുണ്ട്. ആണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.